എടാ ഗുണ്ടപ്പ, നിന്റെ അമ്മയുണ്ടല്ലോ രാവിലെ തന്നെ ഒളിച്ചോടിപ്പോയി. സഹോദരനെ കുളിപ്പിക്കാൻ വേണ്ടി അഴിച്ച് അവളങ്ങനെ അങ്ങനെ തുറന്നു വിട്ടെന്ന് പറഞ്ഞ് അവരോട് ഓടിപ്പോയില്ല. പക്ഷേ ഞായറാഴ്ച അവൾക്ക് അറിയാം സഹോദരൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം അവളെ കുളിപ്പിക്കുമെന്ന്. അങ്ങനെ സംഭവം അഴിച്ചതും അവളങ്ങ് ഓടിപ്പോയി. പിന്നെ നേരെ ഇവിടെ വന്നു, ബൈക്ക് എടുത്തുകൊണ്ട് ഇവിടെ വന്നു. പിന്നെ കുഞ്ഞു ഇവിടെ എല്ലാ റോഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നോക്കി വന്നില്ല. പക്ഷെ ആമി എങ്ങോട്ട് പോയെന്ന് വെച്ചാൽ ഒയിരോട്ടമാണ് വീട്ടിൻ്റെ ഒയിരോട്ട് ഓടി ബാത്റൂമിലൊക്കെ പോയി. അവൾ അവിടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു. ഇവിടെ ഫുള്ള് കുറേ നേരം ഒരു 10-15 മിനിറ്റ് ഇവിടെ എല്ലാം നോക്കി. നമുക്ക് നല്ല പേടിയുണ്ട് റോഡിൽ വന്നാലേ. ഒന്നാമത് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് ആൾക്കാർ പോവുകയും ചെയ്യും, ഇവള് കടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല ടെൻഷനായിരുന്നു. ഇപ്പം തന്നെ 2-3 പേരെ വീട്ടിൽ വന്നവരെ തൊടലിൽ കിടന്നുകൊണ്ട് തന്നെ അറിയാതെ ഇവളെ കണ്ട ആരും കടിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നല്ല പൂച്ച ഡോഗ് പോലെയല്ലേ ഇരിക്കണേ. അതുങ്ങളധികം കടിക്കൂലല്ലോ എന്ന് കരുതി ചെന്ന് പെട്ടവരൊക്കെ ഉണ്ട്. കാലിലൊക്കെ 2-3 പേരെ കടിച്ചു. അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ തിരിച്ച് ബൈക്കിൻ്റെ സൗണ്ട് ഇവരെ കുഞ്ഞുവും മാവനും കൂടി തിരിച്ച് പോയപ്പം ബൈക്കിൻ്റെ സൗണ്ട് ഇട്ട് ഓൾ ഓടി വന്ന്. അങ്ങനെ അധികം നമ്മളെ കഷ്ടപ്പെടുത്തിയില്ല. അവളെത്തി തിരിച്ച്. അങ്ങനെ അധികം ദൂരമൊന്നും പോയുമില്ല, വീട്ടിൻ്റെ ബാക്കിലുണ്ടായിരുന്നു.